ക്ലാസ് 5 മലയാളത്തിന്റെ യൂണിറ്റ് 1 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിന്റെ പകുതി പോർഷനെ നമ്മൾ എടുത്തുള്ളൂ അല്ലെ. ആദ്യ ഭാഗമേ നമ്മൾ എടുത്തുള്ളൂ. കേരള പാഠാവലിയുടെയാണ് കേട്ടോ. അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മണ്ണിന്റെ കിനാവുകൾ എന്നുള്ള പോർഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കുന്ന ഏതാണ്? കാട്ടിലെ മഴ അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു? നാട്ടിലെ മഴയെ കുറിച്ചൊക്കെ കണ്ടല്ലേ. എന്തായിരുന്നു? അവിടെ വീടിന്റെ തിണ്ണയിലിരുന്ന് മഴയൊക്കെ കാണുന്ന ഒരു കുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഇവിടെ അങ്ങനെയല്ല, കാട്ടിലെ മഴയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാട്ടിൽ മഴ പെയ്യുന്നത് നമ്മുടെ നാടുകളിലൊന്നും മഴ പെയ്യുന്ന പോലെയല്ല. കാറ്റും പക്ഷികളുടെ ശബ്ദമൊക്കെ ചേർന്ന് ഒരു വലിയ സംഗീതം പോലെയാണ്. അപ്പൊ കാടിനുള്ളില് മഴ പെയ്യുമ്പോൾ അവിടെ ഉള്ള ജീവജാലങ്ങള്, മരങ്ങള് ഒക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് ഒരു പത്രപ്രവർത്തകനായ ഈ സോമനാഥ് കാടിന്റെ ഉള്ളറിഞ്ഞ് എഴുതിയ ഒരു ലേഖനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വീടിന്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു. കാട്ടിൽ മഴയുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും? ഈ ലേഖനം വായിക്കൂ. കാട്ടിലെ മഴ. ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു. കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. തീ വീണ കുന്നുകൾക്ക് കരിവാളിപ്പ്. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച്. കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു. കാറ്റിൽ മഴയിരമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി. കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നുപോയപ്പോൾ അറിഞ്ഞു, എവിടെയോ പെയ്യുന്നുണ്ട്. കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി. ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു. പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ. അതിന്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളിപ്പിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിന്റെ ശബ്ദം, മൃഗങ്ങളുടെ അപായ സൂചനകൾ, ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, കുഴമണ്ണിലൂടെ അതിഭൃതം പായുന്നതിന്റെ പ്രതിധ്വനി. മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി. അപായ സൂചനകളില്ല, ചിഹ്നം വിളികളില്ല, കാൽപെരുമാറ്റങ്ങളില്ല. കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു. പുഴയുടെ നിറം തൊടുത്തു. കുന്നിലും മേട്ടിലും നിന്നായി നൂറു നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുങ്ങളുടെ കൂട്ടം. നീല നിറമാർന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുങ്ങളുടെ അലങ്കാരവും. ഇടിമിന്നൽ ചാലുകൾക്കിടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു. മഴയും തീർന്നതോടെ കാറ്റിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടി. പുലർന്നതോടെ വർണ്ണങ്ങളും. കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. വിളർച്ച വീണ്ടും പച്ചയാകുന്നു. പച്ച തളിരിന്റെ ചോപ്പാകുന്നു. ഇലകളിൽ ചോരുന്ന ആകാശം. ഈ സോമനാഥ്. അപ്പോൾ അവിടെ എന്താണ്? ഈ സോമനാഥ് എഴുതിയ ഒരു ലേഖനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പും മഴ പെയ്യുന്ന സമയത്തും അതിനുശേഷവും കാറ്റിലുണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ മനോഹരമായി വർണ്ണിക്കുകയാണ് കാട്ടിലെ മഴ എന്ന ലേഖനത്തിൽ അല്ലേ. മഴയ്ക്ക് മുമ്പുള്ള കാട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കൊടും വേനലില് കാട് എന്താണ്? ഉണങ്ങി നിൽക്കുകയാണ് അല്ലേ. അപ്പൊ നീർച്ചാലുകൾ വറ്റി പുഴ മെലിഞ്ഞുണങ്ങി മരങ്ങൾക്കും ചെടികൾക്കും പച്ചപ്പ് നഷ്ടപ്പെട്ട് വിളറിയ നിറമായി. കുന്നിൻപുറങ്ങൾ കരിവാളിച്ചു നിൽക്കുന്നു. ഇനി മഴയുടെ വരവാണ് പിന്നെ പറയുന്നത്. അതെങ്ങനെയാണ്? മഴയെത്തുന്നതോടെ കാട് സജീവമാകുന്നു. ആദ്യം കാറ്റിൽ മഴയിരമ്പം കേൾക്കുന്നു.
ചില്ലുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോവുകയും പിന്നാലെ ഇലപ്പടർപ്പുകളെ ഭേദിച്ച് മഴ ശക്തമായി പെയ്തിറങ്ങുകയും ചെയ്യുന്നു. ഇനി മഴ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും? മഴ കനക്കുന്നതോടെ മരങ്ങൾ ഒടിഞ്ഞമരുന്ന ശബ്ദം കേൾക്കുന്നു. മൃഗങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി ഓടുന്നു. കാറ്റിന്റെ ഇരമ്പലും മഴയുടെ മുരൾച്ചയും മാത്രം ബാക്കിയാകുന്നു. വറ്റിയിരുന്ന പുഴയിലേക്ക് നീർച്ചാലുകൾ ഒഴുകിയെത്തുകയും പുഴയ്ക്ക് ജീവൻ വെക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ നിലാവും മിന്നാമിന്നികളും കൂടി ചേരുമ്പോൾ കാട് മറ്റൊരു മനോഹരമായ കാഴ്ചയായി മാറുന്നു. ഇനി ലാസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഴയ്ക്ക് ശേഷമുള്ള പുനർജന്മം. മഴ കഴിഞ്ഞതോടെ കാടിനെന്താണ്? യൗവനം ലഭിച്ചതുപോലെയാകുന്നു. കരിഞ്ഞുണങ്ങിയ കുന്നുകളിൽ പുതിയ പുൽനാമ്പുകൾ മുളയ്ക്കുന്നു. വിളറി നിന്ന സസ്യങ്ങൾ വീണ്ടും കടും പച്ച നിറമാകുന്നു. ഒറ്റ രാത്രി കൊണ്ട് കാടിന്റെ രൂപം തന്നെ മാറി പ്രകൃതി അതീവ സുന്ദരിയാകുന്നു. മഴ വെറും ഒരു വെള്ളപ്പെയ്ത്തല്ല, ഉണങ്ങിപ്പോയ പ്രകൃതിക്ക് പുതിയ ജീവനും വർണ്ണവും നൽകുന്ന അത്ഭുതമാണെന്നാണ് ആര് പറയുന്നത്? ഈ സോമനാഥ് ലേഖനത്തിലൂടെ പറയുന്നത്. ഇനി ഇവിടെ ഏതൊക്കെയാണ് നിങ്ങൾ പുതിയ വാക്കുകളൊക്കെ പഠിച്ചത്? കന്നിമഴ. കന്നിമഴ എന്ന് പറഞ്ഞാൽ ആദ്യ മഴ. നീർച്ചാല്. നീർച്ചാൽ എന്ന് വെച്ചാൽ എന്താ? വെള്ളം പോകാനുള്ള വഴി. കരിവാളിപ്പ്, കറുപ്പ്. മഴയിരമ്പം, മഴയുടെ മുഴക്കം. ഇലച്ചാർത്ത്, ഇലകളുടെ കൂട്ടം. പ്രതിരോധിക്കുക, തടുക്കുക. പ്രതിധ്വനി, മറ്റൊലി. ഗർജനം, അലർച്ച. ഇനി പദം പിരിച്ചെഴുതാൻ വേണ്ടി ചോദിക്കുക അല്ലെ? പദം പിരിച്ചെഴുതാം. തല ഉയർത്തി, തല അധികം ഉയർത്തി. മഴയിരമ്പം, മഴ അധികം ഇരമ്പം. പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് അധികം ആയിരുന്നു. മഴത്തുള്ളികൾ, മഴ അധികം തുള്ളികൾ. മാറിക്കഴിഞ്ഞു, മാറി അധികം കഴിഞ്ഞു. കരിഞ്ഞുണങ്ങിയ, കരിഞ്ഞ അധികം ഉണങ്ങിയ. ഇനി പകരം പദങ്ങൾ നമുക്ക് നോക്കാം. കാടിന്റെ എന്തൊക്കെയാണ്? അടവി, വിപിനം, ആരണ്യം. പുഴ, നദി, സരിത്ത്, തടിനി. കുന്ന്, അദ്രി, അചലം, ഗിരി. ആന, ഗജം, കരി, ദന്തി. ഇല, പത്രം, പർണം. ആകാശം, ഗഗനം, വാനം, അമ്പരം. മരം, വൃക്ഷം, തരു, ദ്രുമം. ഗുഹ, ഗഹ്വരം, കന്ദരം. കാറ്റ്, പവനൻ, അനിലൻ, മാരുതൻ. മഴ, മാരി, വർഷം. ശബ്ദം, രവം, നാദം, നിനദം. നിലാവ്, ചന്ദ്രിക, കൗമുദി, ജ്യോത്സന. ഇതാണ് പകരം പദങ്ങൾ എഴുതാൻ ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് അത് പഠിക്കുക. ഇനി നോക്കിക്കേ, കണ്ടെത്താം, പറയാം, എഴുതാം. പുസ്തകത്തിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിക്കേ. പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി. കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ. എഴുതി വെക്കുകയും വേണം. അപ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ ഉള്ളത് എന്താണ്? പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? വേനലിൽ വറ്റി വരണ്ട് കിടന്ന പുഴ ആദ്യ മഴയിൽ ഉയർത്തെണീറ്റു. ജീവനില്ലാതെ മെലിഞ്ഞുണങ്ങിക്കിടന്ന പുഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ആദ്യ മഴ പെയ്തപ്പോഴാണ്. മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് എന്താണ്? നിറക്കൂട്ടായി. കാട്ടിലെ കന്നിമഴയോടൊപ്പം രാത്രിയിൽ നിലാവും പരന്നു. മഴത്തുള്ളിയോടൊപ്പം നിലാവും പെയ്തിറങ്ങി എന്നാണ് ലേഖകൻ വർണ്ണിക്കുന്നത്. നിലാവുള്ള രാത്രിയിലെ ആദ്യ മഴയുടെ സുന്ദര ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. മൂന്നാമത്തെ എന്താണ്? കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മേഘങ്ങൾ. ആകാശത്ത് മേഘങ്ങൾ പല ആകൃതിയിലും കാണാറുണ്ട്. കുസൃതികൾ കാണിക്കുന്ന ആനക്കൂട്ടത്തെ പോലെയാണ് ആകാശത്ത് മഴമേഘങ്ങൾ കടന്നു വരുന്നതെന്ന് എഴുത്തുകാരൻ വർണ്ണിക്കുന്നു. കറുത്ത നിറമുള്ള മഴമേഘങ്ങൾ ഓടി ഓടി പോകുകയും കൂടിച്ചേരുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് ആനക്കൂട്ടത്തെ പോലെ കുസൃതികൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇനി വേറെ ഏതെഴുതാം? ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു. അതുപോലെയുള്ള പ്രയോഗങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് അത് എഴുതിയിരിക്കുന്നത്. കാട്ടിലെ ആദ്യ മഴയോടൊപ്പം ഇടിമിന്നലുണ്ടായി.
ആ ഇടിമിന്നലിന്റെ വെളിച്ചം മരത്തിനിടയിലൂടെ കാട്ടിലേക്ക് കടന്നു വന്ന് പുഴയിൽ പ്രതിഫലിച്ചതിനെ പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വർണ്ണന അതിമനോഹരമാണ്. അതുപോലെ പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. പുഴയുടെ സൗന്ദര്യം എന്താണ്? വെള്ളമാണ്. വരണ്ടുണങ്ങിയ പുഴയ്ക്ക് ഭംഗിയില്ല. ആദ്യ മഴ കൊണ്ട് തന്നെ വെള്ളം നിറഞ്ഞ് ഒരു ദിവസം കൊണ്ട് പുഴ സുന്ദരിയായി തീർന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അടുത്തത് എന്താണ്? മഴയഴക്. മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നുവെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ. ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്? ആരാണ് എഴുതിയത്? പി കുഞ്ഞിരാമൻ നായർ അല്ലേ? പി കുഞ്ഞിരാമൻ നായർ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് പി കുഞ്ഞിരാമൻ നായർ വർണ്ണിക്കുന്നത്. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്താണ്? എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി? ആ മാറ്റങ്ങളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഒരു മാതൃക കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ടത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ എഴുതുക. ടീച്ചർ ഒന്ന് വായിക്കാം കേട്ടോ. പി കുഞ്ഞിരാമൻ നായരുടെ കാലവർഷമേ നന്ദി എന്ന കവിതയിലെ വരികളാണിത്. മഴ കൊണ്ടുവന്ന മാറ്റങ്ങൾ വർണ്ണിക്കുകയാണ് കവി. മഴ കിട്ടാതെ കുളിയില്ലാതെ കഴിഞ്ഞ മലകൾ എണ്ണ തേച്ച് കുളിച്ചതുപോലെ കാണപ്പെട്ടു എന്നും മാമലകൾ എണ്ണ കണ്ടു എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത്. ഉണങ്ങി വരണ്ട് കിടന്ന പറമ്പുകൾ മഴയെത്തിയപ്പോൾ പുതുനാമ്പുകൾ കൊണ്ട് സമൃദ്ധമായതിനെയാണ് സമ്പന്നരായി എന്ന് പറഞ്ഞിരിക്കുന്നു. വെട്ടേറ്റു കുറ്റികൾ മാത്രമേ മരങ്ങൾ മഴ പെയ്തപ്പോൾ വീണ്ടും തളിർത്തതിന്റെ വെട്ടേറ്റ കാടുകൾ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി എന്നാണ് കവി വർണ്ണിക്കുന്നത്. ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ വീടിന് ചുറ്റുമുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ എഴുതാം? കടുത്ത ചൂടിൽ മണ്ണ് ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. എങ്ങും പൊടിക്കാറ്റ്, ഇലകൾ വാടിക്കരിഞ്ഞ് ചെടികളും മരങ്ങളും നിന്നു. പുതുമഴത്തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ മണ്ണിൽ നിന്ന് പ്രത്യേക ഗന്ധം ഉയർന്നു പൊങ്ങി. മഴയുടെ വരവറിയിച്ച് സന്തോഷത്തോടെ തവളകൾ കരഞ്ഞു. കിളികൾ ചിലച്ചുകൊണ്ട് മരക്കൊമ്പുകളിൽ ഇരുന്ന് ചിറക് കുടഞ്ഞ് മഴയെ എതിരേറ്റു. മരങ്ങളും ചെടികളുമൊക്കെ കാറ്റിലും മഴയിലും മെല്ലെ ഇളകി. വാടിയ ഇലകളൊക്കെ പുതുജീവൻ കിട്ടിയ പോലെ ഉണർന്നു. പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ തീർത്ത നീർച്ചാലുകൾ മുറ്റത്തുകൂടി ഒഴുകി. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റമാകെ ഒരു ചെറുകടലായി മാറി. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾ ഇതൊന്നും ജസ്റ്റ് കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്വന്തമായി ഉള്ളത് വേണം എഴുതാൻ വേണ്ടി. അടുത്തത് എന്താണ്? ഒറ്റയ്ക്കും കൂട്ടായും. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു. ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചർച്ച ചെയ്യൂ. കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതൂ. അപ്പോൾ ഈ വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസം ഉണ്ടോ? ഇല്ല. ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം ഒളിയിടം എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. രണ്ടു വാക്കുകളെ കൂട്ടിച്ചേർത്ത് അർത്ഥവ്യത്യാസമില്ലാതെ ഒറ്റ പദമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒളിച്ചിരിക്കാൻ ഒരിടം, ഒളിയിടം. ഇത്തരത്തിൽ ധാരാളം പ്രയോഗങ്ങൾ കണ്ടെത്താം. അപ്പൊ പാഠഭാഗത്തു നിന്നുള്ളതും അല്ലാത്തതൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇടിമിന്നലിന്റെ ചാലുകൾ, ഇടിമിന്നൽ ചാലുകൾ. നീരിന്റെ ചാലുകൾ, നീർച്ചാലുകൾ. കുന്നിന്റെ മുകൾ, കുന്നിൻ മുകൾ. മഴയുടെ ഇരമ്പം, മഴയിരമ്പം. പുല്ലിന്റെ നാമ്പ്, പുൽനാമ്പ്. ഇലയുടെ ചാർത്തുകൾ, ഇലച്ചാർത്തുകൾ. പുഴയുടെ ഓരം, പുഴയോരം. നിലാവിന്റെ നിറം, നിലാനിറം. ഇനി അടുത്തത് എന്താണ്? മിണ്ടിയും പറഞ്ഞും. കടുത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി. മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? എഴുതി നോക്കൂ. സംഭാഷണം എഴുതാനാണ്. അപ്പൊ കാടും എഴുതണം, മഴ എഴുതണം. കാട് സംസാരിക്കുന്നതായിട്ടും മഴ സംസാരിക്കുന്നതായിട്ടും വേണം നമ്മളവിടെ എഴുതാൻ വേണ്ടി. ഒരു മാതൃക അവിടെ കൊടുക്കാം, നിങ്ങൾ അത് വായിച്ചിട്ട് എഴുതുക. കാട് എന്തായിരിക്കും? ഒത്തിരി നാളായി ഞാൻ മഴ കാത്തിരിക്കുന്നു. മഴയപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല,
മഴമേഘങ്ങൾ എത്തിച്ചേരാൻ താമസിച്ചതുകൊണ്ടാണ്. കാടപ്പോൾ എന്ത് പറഞ്ഞു? നീ കണ്ടില്ലേ എൻ്റെ അവസ്ഥ, മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു, പുഴയും നീർച്ചാലുകളും വറ്റി വരണ്ടിരിക്കുന്നു, എല്ലാ ജീവജാലങ്ങളും ദാഹജലത്തിനായി പരക്കം പായുകയായിരുന്നു. മഴ: ഏതായാലും ഞാൻ വന്നല്ലോ, ഇനി പേടിക്കാനില്ല. കാട്: അതേ, നീ വന്നതോടെ ജീവജാലങ്ങളും ഞങ്ങളും ഉത്സാഹത്തിലായി. മഴ: നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സു നിറഞ്ഞു. ഇത് കൂടാതെ നിങ്ങൾ അല്ലാതെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ. അപ്പം മഴ അനുഭവം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. എങ്ങനെയാണ് മഴ പെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ കൂട്ടി നിങ്ങളുടേതായ ഇതിൽ ഒരു മഴ അനുഭവം എഴുതാനും പഠിച്ചിരിക്കുക. അപ്പോൾ ഒരു മോഡൽ അവിടെ കൊടുക്കുക കേട്ടോ. വീടിന് മുമ്പിലെ വീതിയുള്ള വരാന്തയിൽ ഇരുന്നാൽ ആകാശം കാണാം. കറുകറുത്ത മേഘങ്ങൾ ആകാശത്തു നിറയുമ്പോൾ ഞാൻ നോക്കിയിരിക്കും. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ സന്തോഷം നിറയും. ഒരു ഇരമ്പൽ അടുത്തെത്തു വരും. ദാ വന്ന് ആർത്തുലച്ചു കെട്ടിയ മഴ. തുള്ളികൾ തുള്ളിത്തുള്ളി നിലം തോടാകും. മഴവെള്ളം ഒഴുകി നടക്കും. തോടും കുളവും നിറയും. തവളകൾ ക്രോക്രോം പാടും. മരങ്ങൾ ആടിയുലഞ്ഞു കുളിച്ച് മഴയിൽ രസിക്കും. ഞാനും ഇടയ്ക്കൊന്ന് മഴയിൽ ചാടിക്കളിക്കും. കടലാസു വഞ്ചിയുണ്ടാക്കി മഴവെള്ളത്തിൽ ഒഴുക്കും. മഴ അപ്പോൾ തകർത്തു പെയ്ത് എൻ്റെ വഞ്ചി മുക്കും. ഞാൻ മഴയെ സ്നേഹിച്ചു. മഴ: അത് പ്രകൃതിയുടെ ഉത്സവമല്ലേ. ഇതുപോലത്തെ ഒരു മഴയനുഭവം എഴുതാൻ പഠിച്ചിരിക്കുക. ഇനി നിങ്ങൾക്ക് മഴയോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും അല്ലേ. ചിലർക്ക് മഴ ഇഷ്ടമായിരിക്കും, ചിലർക്ക് മഴ പെയ്യുമ്പോൾ ആദ്യം മഴ പെയ്യണമെന്ന് പറയും, പിന്നെ മഴ ഇഷ്ടമില്ലാതാകും. അങ്ങനെയൊക്കെ ഇപ്പം മഴയ്ക്ക് ഒരു കത്ത് എഴുതണമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്നും അറിഞ്ഞിരിക്കുക. കത്തെഴുതുമ്പോൾ ആദ്യം സ്ഥലം എഴുതുക, ഡേറ്റ് എഴുതുക, പിന്നെ സ്നേഹം നിറഞ്ഞ മഴയ്ക്ക് നിങ്ങൾക്ക് എന്താണോ എഴുതാനുള്ളത് അത് എഴുതുക. ലാസ്റ്റ് സ്നേഹപൂർവ്വം നിങ്ങൾ ആരാണെന്നും എഴുതുക. അങ്ങനെ ഈ ഭാഗം കഴിഞ്ഞു. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കണ്ടാൽ പൂവുകളെ കുറിച്ചൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.